ഇന്ന് നമുക്കൊരു ബ്ലാക്ക് പെൻ വെച്ച് റോസ് ഫ്ലവർ വരയ്ക്കാൻ പഠിച്ചാൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇത് വരച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബ്ലാക്ക് പെൻ വെച്ചിട്ടൊരു റോസ് ഫ്ലവർ. ഞാൻ ചുമ്മാ രസത്തിന് വേണ്ടി തൃശ്ശൂർ ഭാഷയിലൊന്ന് സംസാരിച്ച് നോക്കിയതാണ്. ഇവിടെ നമ്മൾ റോസ് ഫ്ലവർ വരയ്ക്കുന്നുണ്ടല്ലോ, ഇതിലെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് ശരിക്കും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളിൽ ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ വരുന്ന പോലെ ചെയ്തിരിക്കുന്നത്, ഒരു ചുരുള് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ വരച്ച് പുറത്തോട്ട് വരുന്ന സമയത്ത് ഏതളുകളുടെ ഷേപ്പിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ റോസ് ഫ്ലവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഉള്ളിലത്തെ ഭാഗം വരയ്ക്കുന്നത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പുറത്തേക്ക് വരുമ്പോൾ നോക്കിയേ, ഏതള് നിങ്ങൾ വരയ്ക്കുന്നതിൽ ചെറിയ ഷേപ്പ് ഡിഫറൻസ് വന്നാലോ ചെറിയ സൈസ് ഡിഫറൻസ് വന്നാലോ ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ലാത്തൊരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കുക, അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നീട് മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇത് ഡയറക്റ്റ്ലി പെൻസിലൊന്നും ഉപയോഗിക്കാതെ പെന്നുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ വരച്ചത്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ്സിൽ നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. റോസ് ഫ്ലവറിൻ്റെ സ്പെഷ്യാലിറ്റി അറിയാമല്ലോ, ഒരുപാട് എതളുകൾ ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ചെറിയൊരു ഡീറ്റെയിലിംഗ് പോലെ തോന്നിക്കാനായിട്ട് എതളുകൾക്ക് ചെറിയ ചെറിയ ലൈൻസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെയുള്ള തണ്ടും ലീഫും കൂടി വരച്ച് കഴിഞ്ഞാൽ, തണ്ട് വരയ്ക്കുന്ന സമയത്ത് മുള്ള് വരയ്ക്കാൻ മറക്കരുത്, അതും കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസ് ഫ്ലവർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ റെഡി എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ, എന്നിട്ട് നേരെ പോയി ഒന്ന് വരച്ച് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.